പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന് ഒത്തിരി നന്ദി പറയണം. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാത്മീയ ശുശ്രൂഷ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയാൻ ജോൺ പോൾ മാർപ്പാപ്പ, വിശുദ്ധനായ മാർപ്പാപ്പ, അദ്ദേഹം പറഞ്ഞൊരു വാചകം നമ്മൾ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു. എൻ്റെ ജീവിതത്തിലെ വ്യക്തമായ നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിച്ചത്. അത് നമ്മൾ വിശ്വാസത്തിൽ ആ പുണ്യപിതാവ്, ആ വിശുദ്ധൻ, ജീവിതകാലം മുഴുവൻ പൂർണ്ണമായി യേശുവിനെ സമർപ്പിച്ച് ജീവിച്ച ജോൺ പോൾ മാർപ്പാപ്പ പറയുകയാണ്, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ഞാൻ നടത്തിയത്, ലൂയി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരമുള്ള വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയത് എൻ്റെ ജീവിതത്തിലെ ഒരു ഡെഫിനിറ്റ് ടേണിംഗ് പോയിൻ്റായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ആത്മീയ വളർച്ചയിലെ മറക്കാനാവാത്ത ഒരു നാഴികക്കല്ലായി മാറും. നമ്മുടെ ജീവിതത്തിലെ അതൊരു നിർണായകമായ വഴിത്തിരിവായിട്ട് മാറും. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ച്, ഒത്തിരി ഉപവസിച്ച്, ത്യാഗം ചെയ്ത്, പരിത്യാഗം ഏറ്റെടുത്ത്, ഈശോയുടെ മുമ്പിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, വചനം വായിച്ച് നമുക്ക് ഏറ്റവും ഒരുക്കത്തോടെ ഇത് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് ഒത്തിരി അത് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കണം. ഈ 4-ാമത്തെ ദിവസത്തിലേക്ക് ഞാൻ നിങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. നമ്മൾ ഈ 4-ാമത്തെ ദിവസം, നമ്മുടെ ആദ്യത്തെ 12 ദിവസത്തെ ആദ്യത്തെ ഘട്ടത്തിൻ്റെ വിഷയം എന്താണ്? ലോകാരൂപിയെ നശിപ്പിക്കുക. അതിൽ നമ്മൾ ചിന്തിച്ച വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തേത്, നാം പുണ്യപൂർണ്ണതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തേത്, പാപത്തിൻ്റെ ശമ്പളം മരണം. മൂന്നാമത്തേത്, വിശുദ്ധിക്ക് വേണ്ടി അഭിലഷിക്കണം. നാലാമത്തേത്, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന മൂലപാപങ്ങളെക്കുറിച്ചാണ്. മൂലപാപങ്ങൾ, അതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. മൂലപാപങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ പാപം ഒരു മരമാണെങ്കിൽ മൂലപാപങ്ങൾ അതിൻ്റെ വേരാണ്. അപ്പോൾ നമ്മളൊരു മരം വെട്ടിയ, ഇപ്പോൾ നമ്മൾ റബ്ബർ വെട്ടി, പക്ഷെ അതിൻ്റെ കുറ്റി നിൽക്കുകയാണെന്ന് വെച്ചു. ഒരു മരം വെട്ടി അതിൻ്റെ കുറ്റി നിൽക്കുകയാണ്, എന്ത് സംഭവിക്കും? അല്ല, നമ്മൾ ഈ കാടെല്ലാം ചെത്തിക്കളഞ്ഞു, അതിൻ്റെ വേര് നിൽക്കുകയാണ്, അത് പിന്നെയും കിളിച്ച് വരും. അപ്പോൾ പാപജീവിതം ഉപേക്ഷിക്കാൻ ഈ പാപമരത്തെ വെട്ടിയാൽ പോരാ. കുമ്പസാരത്തിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്? കുറച്ച് ഈ മരത്തിൻ്റെ കമ്പൊക്കെ വെട്ടിക്കളയും, കുറച്ച് പഴമൊക്കെ പറിച്ച് കളയും, ഇതാ ചെയ്യുന്നത്. പക്ഷെ ആ വേരവിടെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മീയ പിതാക്കന്മാർ, ആത്മീയ വളർച്ചയിൽ സഹായിക്കുന്നവർ എപ്പോഴും പറഞ്ഞു തരുന്നൊരു കാര്യം, മൂലപാപങ്ങളെ വേരോടെ പിഴുത് കളയണം. മൂലപാപങ്ങളെ, പാപത്തിൻ്റെ വേര്, ആ വേരാണ് ഈ മൂലപാപങ്ങൾ. അപ്പോൾ വൃക്ഷം മാത്രം നശിപ്പിച്ചാൽ പോരാ, പഴങ്ങൾ പറിച്ച് കളഞ്ഞാൽ പോരാ, വേരോടെ പിഴുത് കളയണം. അപ്പോൾ ഈ വേര് കളഞ്ഞില്ലെങ്കിൽ അത് ഉപദ്രവം ചെയ്യും. ഒരു വചനം വായിച്ചേ, എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ചേ. ഹീബ്രൂസ് 12:15. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുവിൻ, ശ്രദ്ധിക്കുവിൻ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. എന്താണ് വളരുന്നത്? വേര്. നമുക്ക് ചെറിയൊരു പിണക്കം ഹൃദയത്തിൽ ആരോടെങ്കിലും വരുമ്പോൾ അത് വേരാണ്. ആ വേര് വളർന്ന് അപ്പോൾ ആ വേര്, അപ്പോസ്തലൻ പറയുകയാണ്, ആ വേര് അവിടെ വീണിട്ടുണ്ട്, ആ വിത്ത് വീണിട്ടുണ്ട്, അത് വേര് മുളച്ചിട്ടുണ്ട്. ഇനി അത് വളരും, അത് വളരാതിരിക്കാൻ സൂക്ഷിച്ചോണം. അപ്പോൾ ആ വേര് പിഴുതോണം. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 29, ഡ്യൂട്രോണമി 29, നിയമാവർത്തനം 29-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18
2 ഭാഗവും 19. ഡ്യൂട്രോണമി 29, 18b and 19. നിയമാവർത്തനം 29, 18-ന്റെ 2 ഭാഗം. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. കണ്ടോ, വേരുണ്ടാവരുത്. ഇവിടെ വചനം പറയുകയാണ്, മരം വെട്ടിക്കളഞ്ഞാൽ പോരാ, കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന, അതായത് ഈ പഴം, കയ്പുള്ള പഴം, അതേത് പഴമാണ്? അതാണ് പാപത്തിൻ്റെ പഴം, അതാണ് പാപം. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര്, പാപത്തിൻ്റെ വേര് ഉണ്ടാവരുത്. വചനം പറയുകയാണ്, ഒന്നുകൂടെ വായിച്ച വചനം. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞേ. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? മാനസാന്തരം എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങനെ ഒരു കമ്പും അതിൻ്റെ കൊപ്പും അതിൻ്റെ ശാഖയും ഒക്കെ വെട്ടിക്കളയുന്നതല്ല, പുതിയ സൃഷ്ടിയാവുന്നതാണ്, വേരോടെ പിഴുത് കളയുന്നതാണ്. വചനം വായിച്ചേ. 2 കൊരിന്തോസ് 5-ാം അധ്യായം 17-ാം തിരുവചനം. 2 കൊറിന്ത്യൻസ് chapter 5 verse 17. 2 കൊരിന്തോസ് 5:17. 2 കൊരിന്തോസ് 5:17 വായിച്ചേ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. എന്നോട് വായിച്ചേ. ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. എന്നോട് വായിക്കാം. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ആഗ്രഹിക്കണം. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഇതാണ് ഈ വിമലഹൃദയ പ്രതിഷ്ഠയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്. പഴയത് കടന്നു പോകണം, പുതിയത് വരണം, പുതിയ സൃഷ്ടിയാവണം. മറ്റൊരു വചനം വായിച്ചേ. എഫേസോസ് ലേഖനം 4-ാം അധ്യായം 22, 23, 24. എഫേഷ്യൻസ് chapter 4 verse 22, 23, 24. വേഗം വായിക്കാമോ? എഫേസോസ് ലേഖനം 4-ാം അധ്യായം 22, 23, 24. സാവധാനം വായിച്ചേ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. വായിച്ചേ. 22:4-22. എഫേസോസ് 4:22 ഉറക്കെ വായിച്ചേ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇതൊക്കെ നമുക്ക് ആഗ്രഹിക്കാം. ദിവസങ്ങളിൽ ഇതൊക്കെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എന്താണ്? കർത്താവേ, എൻ്റെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയാനും, കർത്താവെ, ക്രിസ്തുവിൽ നവീകരിക്കപ്പെട്ട മനസ്സിൻ്റെ നവീകരണം വഴി മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട് യഥാർത്ഥ വിശുദ്ധിയിലും യഥാർത്ഥ നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, അതായത് യേശുവിനെ പോലെയുള്ള പുതിയ മനുഷ്യനെ ധരിക്കാൻ, പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ, പുതിയ സൃഷ്ടിയായി മാറാൻ കർത്താവെ സഹായിക്കണമേ. ഒന്നുകൂടെ വായിക്കാമോ വചനം? വളരെ ശക്തമായ വചനങ്ങളാണ് അതൊക്കെ. നമ്മുടെ ലക്ഷ്യമായിട്ട് ഈ ദിവസങ്ങളിൽ മാറേണ്ട വചനമാണ്. എഫേസോസ് 4:21, 22 വായിച്ച്. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയാ. ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പുതിയ മനുഷ്യനെ ധരിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, പഴയ മനുഷ്യനെ ദൂരെ എറിയാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ആമേൻ, ആമേൻ. അപ്പോൾ ഈ പുതിയ മനുഷ്യനെ ധരിക്കാൻ നമ്മളെന്താ പറയുന്നത്? പാപത്തിൻ്റെ വേര് പറിച്ച് കളയണം. ഇതാണല്ലോ ആശയം. പാപത്തിൻ്റെ വേര് പിഴുത് കളയണം. അപ്പോൾ അതാണ് നമ്മൾ പുതിയ മനുഷ്യനെ ധരിക്കണം എന്ന് പറയുന്ന വചനത്തിൻ്റെ അർത്ഥമെങ്കിൽ എന്താണ് ഈ പാപത്തിൻ്റെ വേര്? ആ പാപത്തിൻ്റെ വേരെന്ന് പറയുന്നത്
ദുരാശകളാണ്. ദുരാശ അല്ലെങ്കിൽ വേറൊരു വാക്കാണ് ദുർമോഹം. എന്താണ് പാപത്തിൻ്റെ പേര്? ദുരാശ. ദുരാശ, ദുരാശ അല്ലെങ്കിൽ ദുർമോഹം. വായിച്ചേ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 14 and 15. യാക്കോബ് 1-ാം അധ്യായത്തിൻ്റെ 14-15. യാക്കോബ് 1:14-15 വായിക്കാമോ? യാക്കോബ് ശ്ലീഹായുടെ 1:14 and 15. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. കണ്ടോ, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ. കണ്ടോ, ദുർമോഹം, ദുരാശ, സ്വന്തം ദുരാശകളാൽ, ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. അടുത്ത വാക്യം, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. എന്നുള്ള പറഞ്ഞേ, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ, ഒന്നുകൂടെ, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. അപ്പം നല്ല പ്രായം എത്തിക്കഴിയുമ്പോൾ പാപം മരണത്തെ പ്രസവിക്കും. പാപത്തെ ആരാണ് പ്രസവിച്ചത്? ദുർമോഹം. മനസ്സിലാവുന്നുണ്ടോ? ഇത് ദുരാശകൾ, ദുർമോഹമാണ് പാപത്തിൻ്റെ പേര്. 3 തരം പ്രധാനപ്പെട്ട ദുരാശകളെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. നമുക്കറിയാവുന്ന വചനങ്ങളാണ് ഇതെല്ലാം. 1 യോഹന്നാൻ 2:16, 1 John chapter 2 verse 16, 1 John chapter 2:16. 1 യോഹന്നാൻ 2:15-16 വായിക്കേ. 1 യോഹന്നാൻ 2:15-16 ഉച്ചത്തിൽ വായിച്ചേ. ലോകത്തെയോ, എടുത്തോ, 1 യോഹന്നാൻ 2:15-16 പെട്ടെന്ന് എടുത്ത് വായിച്ചേ. 1 യോഹന്നാൻ 2:15-16 വായിക്കാമോ? ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. എന്നുള്ള വായിച്ചേ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. അടുത്ത ഉറക്കെ വായിച്ചേ. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഇതാണ് പ്രധാനപ്പെട്ട 3 ദുരാശകൾ. എന്തൊക്കെയാണ്? ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. എന്നൂടെ പറഞ്ഞേ. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. വായിച്ചേ. ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. അപ്പോൾ ലോകാരൂപിയെ ഉപേക്ഷിക്കണമെങ്കിൽ ഈ 3 ദുരാശകളെ ഉപേക്ഷിക്കണം. നമ്മൾ ലോകാരൂപിയെ ഉപേക്ഷിക്കില്ല. ഇന്ന് എത്ര ദിവസമാണ്? 4-ാമത്തെ ദിവസമാണ്. ലോകാരൂപിയെ ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്താണ്? എന്തൊക്കെയാണ്? ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഈ നമ്മൾ മൂലപാപങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മൂലപാപങ്ങൾ അല്ലേ? മൂലപാപങ്ങൾ. ആ മൂലപാപങ്ങൾ എത്ര എണ്ണമാണ്? 7 എണ്ണമാണ്. ആ 7 മൂലപാപങ്ങൾ ഏതൊക്കെയാണ്? 7 മൂലപാപങ്ങൾ ഏതൊക്കെയാണ്? അഹങ്കാരം, അസൂയ, ദ്രവ്യാഗ്രഹം, മോഹം, ഭോജനപ്രിയം, മടി, കോപം. ഇതൊക്കെയാണ് മൂലപാപങ്ങൾ. ഈ മൂലപാപങ്ങൾ വരുന്നത് ഈ 3 ദുരാശകളിൽ നിന്നാണ്. ഏതിൽ നിന്നാണ്? ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഉദാഹരണത്തിന് മോഹം എന്ന് പറഞ്ഞാൽ ജഡമോഹം, അശുദ്ധ മോഹങ്ങൾ. മോഹം, കൊതി, അലസത. ഇത് 3 വരുന്നത് ഏത് ദുരാശയിൽ നിന്ന്? ഈ 3 എണ്ണത്തിൽ ഏതിൽ നിന്നായിരിക്കും വരുന്നത്? അതായത് കൊതി, അലസത, മോഹം. ഇത് 3 വരുന്നത് ജഡത്തിൻ്റെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശയാണ് അല്ലേ? അലസത, മോഹം, കൊതി. ഇത് വരുന്നത് ജഡത്തിൻ്റെ ദുരാശയിൽ നിന്നാണ്. ഇനി കണ്ണിൻ്റെ ദുരാശ എന്തായിരിക്കും? ദ്രവ്യാഗ്രഹം, ലോകത്തെ ലോക വസ്തുക്കളോടുള്ള ആഗ്രഹം, പണത്തോടുള്ള ആഗ്രഹം, കണ്ണുകളുടെ ദുരാശയാണ്. ഇനി അഹന്തയിൽ നിന്ന്, ജീവിതത്തിൻ്റെ അഹന്തയിൽ നിന്ന് വരുന്നത് നിഗളം, അഹങ്കാരം, കോപം, അസൂയ. അഹങ്കാരം, കോപം, അസൂയ. നമ്മളത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. ഇത് 3 വരുന്നത് ജീവിതത്തിൻ്റെ അഹന്തയിൽ നിന്നാണ്. അപ്പോൾ ഈ വചനം പറഞ്ഞിരിക്കുന്ന ഈ 3 ദുരാശകളാണ് വേര്. ആ 3 ദുരാശകളെ വേരോടെ പിഴുത് കളയണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ 7 മൂലപാപങ്ങളെ ഞാൻ പെട്ടെന്നൊന്ന് വിശദീകരിക്കാൻ പോവാണ്. വേഗം നമുക്ക് അധിക സമയം എടുക്കാതെ ഓരോന്നോരോന്നും പറഞ്ഞു പോകാം. 7 മൂലപാപങ്ങൾ. ഒന്നാമത്തേത് അഹങ്കാരം. എന്താണ് ഒന്നാമത്തേത്? അഹങ്കാരം അല്ലെങ്കിൽ നിഗളം. വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിക്കും. പ്രൈഡ്, നിഗളം, അഹങ്കാരം.
എന്താണ് അഹങ്കാരം? എന്താണ് അഹങ്കാരം? അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതിര് കവിഞ്ഞ തന്നോട് തന്നെയുള്ള സ്നേഹമാണ് അഹങ്കാരം. നമുക്ക് നമ്മളോട് സ്നേഹം വേണോ? വേണം, അല്ലേ? നിന്നെ സ്നേഹിക്കുന്ന പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനല്ലേ പറഞ്ഞേ. അപ്പോൾ നമ്മളോട് നമ്മളെ സ്നേഹിക്കണോ? നമ്മളെ ബഹുമാനിക്കണോ? നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിക്കണം. എന്നാൽ ഈ സ്നേഹം അതിര് കവിയുന്ന ആത്മസ്നേഹമാണ് അഹങ്കാരം. ഒരു പരിധി കഴിഞ്ഞാൽ ഇത് അഹങ്കാരമാവും. നമ്മളോട് തന്നെയുള്ള സ്നേഹം, സെൽഫ് ലവ്, മനസ്സിലായോ? അതായത് നമ്മളെയാണ് ഒന്നാം സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത്. നമ്മളാണ് ഒന്നാമത്, ദൈവമല്ല, മറ്റുള്ള മനുഷ്യരല്ല. നമ്മളെ ഒന്നാമത് നിർത്തിയിരിക്കുന്നു. അപ്പം നമ്മളോട് തന്നെയുള്ള അതിര് കവിഞ്ഞ സ്നേഹം, ഇതാണ് അഹങ്കാരം, അല്ലേ? അപ്പോൾ ഈ അഹങ്കാരം ഒന്നാം പ്രമാണ ലംഘനമാണ്. എന്താണ് ഒന്നാം പ്രമാണം? നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. നമ്മൾ അഹങ്കാരമുള്ള നമ്മളെന്താ പറയുന്നത്? ഞാനല്ലാതെ വേറെ ദൈവമില്ല, ദൈവത്തെക്കാളും വലുത് ഞാനാണ്. എന്നാൽ ദൈവം പറഞ്ഞ എന്താണ്? ഞാനല്ലാതെ, ദൈവം പറയുന്നത് ദൈവമല്ലാതെ വേറും പ്രധാനപ്പെട്ട ആരും ഉണ്ടാവരുത്. എന്നാൽ നമ്മൾ അഹങ്കാരികളായ നമ്മൾ പറയുന്നത് നമ്മളാണ് വലുത്, അതാണ് അഹങ്കാരം, അല്ലേ? അതുപോലെ തന്നെ പൗലോസ് പറയുന്നുണ്ട്, റോമാലേഖനം 12:3 പെട്ടെന്നൊന്ന് വായിച്ചേ. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് മനസ്സിലാക്കി പോണത്. റോമൻസ് 12:3 വേഗം വായിച്ചേ. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് എന്ന് പറഞ്ഞേ. ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് എന്നോട് പറഞ്ഞേ. ഉള്ളതിലധികം മേന്മ ആരും ഉള്ള മേന്മ ഭാവിച്ചോ, ഉള്ളതിലധികം ഭാവിക്കരുത്. ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ഈ അഹങ്കാരം നമ്മളിൽ ഉണ്ടോയെന്ന് അറിയാനുള്ള 1-2 ലക്ഷണങ്ങൾ പെട്ടെന്ന് പറയാം. എന്താണ്? പെട്ടെന്ന് നിരാശപ്പെടുക. നിരാശ, ചെറിയ കാര്യങ്ങൾ മതി നിരാശ. ഇച്ഛാഭംഗം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരാജയം വന്നാൽ മതി, അപ്പം തന്നെ അയ്യോ എല്ലാം തീർന്നു എന്നുള്ള, അതെല്ലാം അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ഭയങ്കര സെൻസിറ്റീവായ നേച്ചറാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ അപ്പം തന്നെ അപ്സെറ്റായി, അപ്പം തന്നെ അസ്വസ്ഥമായി, ഒന്നും പറയാൻ പാടില്ല, ആരും ഒന്നും പറയാൻ പാടില്ല. എല്ലാം അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞേ. ഹല്ലേലൂയ. അടുത്ത ആ മൂലപാപം, രണ്ടാമത്തേത് അസൂയ. എന്താണ് അസൂയ? അസൂയ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരാളുടെ നന്മയിൽ നമുക്കുണ്ടാവുന്ന അസ്വസ്ഥതയാണ് അസൂയ. അതായത് ഒരാൾക്കൊരു നന്മയുണ്ടായി, അപ്പോൾ നമുക്കൊരു സമാധാനമില്ല, നമുക്ക് ഭയങ്കര അസ്വസ്ഥത, അല്ലേ? ഒരാൾക്കൊരു നേട്ടം കിട്ടി, ഒരാൾക്കൊരു സ്ഥാനക്കയറ്റം കിട്ടി, അല്ലെ? ഒരാൾക്കൊരു അംഗീകാരം കിട്ടി, ഒരാളെക്കുറിച്ച് നല്ലത് എല്ലാവരും പറഞ്ഞു, അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും സഹിക്കാൻ പറ്റുന്നില്ല പറഞ്ഞേ. ഹല്ലേലൂയ. മറ്റൊരാളുടെ നന്മയിലുള്ള നമ്മുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതയാണ് അസൂയ. വചനം പറയുന്ന അസൂയ അസ്ഥികളെ ജീർണിപ്പിക്കുമെന്ന് പറയും. അസൂയ അസ്ഥികളെ ഞെരുക്കിക്കളയെന്ന് പറയും. എന്ന് പറഞ്ഞാൽ അസ്ഥി ഉരുകിപ്പോവും എന്നുണ്ടെങ്കിൽ, അസൂയ ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ അസൂയ വരുന്നത്, അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അറിയപ്പെടാനും പ്രശംസിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള അമിതമായ ഒരാഗ്രഹത്തിൽ നിന്നാണ് ഈ അസൂയ ഉണ്ടാകുന്നത്. അതായത് ഞാൻ ആഗ്രഹിക്കണം, എന്ത്? അറിയപ്പെടണം, അംഗീകരിക്കപ്പെടണം, എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയണം, എല്ലാവരും എന്നെ പ്രശംസിക്കണം, എല്ലാവരും എനിക്ക് സ്ഥാനക്കയറ്റം തരണം. അറിയപ്പെടാനും വിലമതിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമുള്ള അതിര് കവിഞ്ഞ ആഗ്രഹത്തിൽ നിന്നാണ് അസൂയ ഉണ്ടാകുന്നത്. ഈ ജൂലൈ 28 വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളാണ്. ജൂലൈ 28 അൽഫോൻസാമ്മയുടെ തിരുനാളിൽ അമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? അംഗീകരിക്കപ്പെടാനും വിലമതിക്കപ്പെടാനും പ്രശംസിക്കപ്പെടാനുമുള്ള ആ ലൗകിക ആഗ്രഹം എന്നിൽ കയ്പായിട്ട് മാറ്റണേ എന്ന് പറഞ്ഞാൽ എനിക്കത് ദൈവമേ, അതെനിക്ക് ഇഷ്ടക്കേടാക്കി മാറ്റണേ, എനിക്കതിനോടൊരു താല്പര്യം കളയണേ. എന്തിന്? അറിയപ്പെടാനും അംഗീകരിക്കപ്പെടാനും പ്രശംസിക്കപ്പെടാനും വിലമതിക്കപ്പെടാനും ഉള്ള ആ ദുഷിച്ച ആഗ്രഹത്തിൽ നിന്ന്, അങ്ങനല്ലേ പ്രാർത്ഥന? ആ ദുഷിച്ച ആഗ്രഹത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രരാക്കണമേ. ദുഷിച്ച ആഗ്രഹം. അപ്പം അതിൽ നിന്നാണ് അസൂയ വരുന്നത്. മറ്റുള്ളവരുടെ പരാജയത്തിൽ സന്തോഷിക്കുന്നത് അസൂയയുടെ ലക്ഷണമാണ്. അപ്പോൾ മറ്റുള്ളവരുടെ ഉയർച്ച ഉണ്ടാകുമ്പോൾ വിഷമിക്കുന്നു. അതുപോലെ തന്നെ മറുവശത്ത് മറ്റുള്ളവർ വീഴുമ്പോൾ, എന്തെങ്കിലും അവർക്ക് ഒരു നാശം വരുമ്പോൾ സന്തോഷിക്കുന്നു. അസൂയയാണ്. പിന്നീട് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുക, ഏഷണി പറയുക, അപവാദം പറയുക, ഇല്ലാത്തത് പറയുക, ഇതെല്ലാം അസൂയയിൽ നിന്ന് ഒരു തരത്തിലുള്ള അസൂയയാണതെല്ലാം, അല്ലേ? അവരുടെ നാശം കാണാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ്. ഇതാണ് അസൂയ. നമുക്ക് പിന്നീട് നമ്മൾ ചർച്ചയ്ക്കെടുക്കും, വചനത്തിലൂടെ എല്ലാം കടന്നു പോകും. ഇപ്പോൾ തൽക്കാലം ഞാൻ ഇന്ന് ഇതെല്ലാം ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മൂലപാപങ്ങൾ എന്താണ്? അടുത്തത് ദ്രവ്യാഗ്രഹം, മൂന്നാമത്തേത്. എന്താണ് ദ്രവ്യാഗ്രഹം?
പണത്തിനോടും ഭൗതിക വസ്തുക്കളോടുമുള്ള അമിതമായ ആഗ്രഹം, എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത ഹൃദയഭാവം, പണത്തോടും ലൗകിക വസ്തുക്കളോടുമുള്ള അമിതമായ ആഗ്രഹം, അതാണ് ദ്രവ്യാഗ്രഹം. കൊളോസോസ് 3:5 വചനം പറയുന്നുണ്ട്, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. തിമോത്തിയോട് പൗലോസ് പറയുന്നുണ്ട്, നീ ദൈവഭക്തനായി നീ ഇതിൽ നിന്ന് ഓടിയകലണം. ധനമോഹം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്, പലരും പല തിന്മകളിൽ ചെന്ന് വീണിട്ടുണ്ട്, ഒക്കെ വചനം പറയുന്നതാണ്. അപ്പോൾ ദ്രവ്യാഗ്രഹം. 4-മത്തേത് ജഡികാസക്തി അഥവാ മോഹം. ജഡികാസക്തി അഥവാ മോഹം അതെന്താണ്? ഈ ദൈവ പദ്ധതിക്ക് പുറത്തുള്ള ലൈംഗികതയുടെ ഉപയോഗം, സെക്ഷുവാലിറ്റിയുടെ, ലൈംഗിക തൃഷ്ണയുടെ, ലൈംഗിക കഴിവുകളുടെ കർത്താവിൻ്റെ പദ്ധതിക്ക് പുറത്തുള്ള ഉപയോഗമാണ് എന്ത്? ജഡമോഹം, അല്ലേ? വിവാഹത്തിന് വെളിയിലുള്ള ലൈംഗിക കഴിവുകളുടെ ഉപയോഗം, അതാണ് ജഡമോഹം. അടുത്തത് കൊതി അല്ലെങ്കിൽ ഭോജനപ്രിയം. അത് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഭക്ഷണത്തോടുള്ള അമിതമായ ആർത്തി, എപ്പോഴും ഭക്ഷണം കഴിക്കണം. അത് തോമസ് അക്വീനാസ് അതിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൽ മാത്രം ആനന്ദം കണ്ടെത്തുന്നതിലുള്ള പരാജയമാണ് ഭക്ഷണാസക്തി. അതായത് ഭക്ഷണത്തിൽ ഭയങ്കര സന്തോഷം, ആഹാരം കിട്ടിയ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പരാതി. അപ്പോൾ ഭക്ഷണമോഹം, ഭോജനപ്രിയം. അടുത്ത എന്താണ്? അലസത, മടി എന്താണ്? മടി ജനിക്കുന്നത്, മടിയെ പ്രസവിക്കുന്ന അമ്മ ആരാന്നറിയോ? സുഖലോലുപതയാണ്. അത് സൂഹിക്കണം, ആ ആഗ്രഹമാണ് മടി. എനിക്ക് ജോലിയൊന്നും ചെയ്യില്ല, എനിക്ക് എപ്പോഴും ഇങ്ങനെ സൂഹിക്കണം. സുഖലോലുപതയാണ് അമ്മ. ആരുടെ അമ്മ? മടിയുടെ അമ്മ. മടി എന്ന് പറയുന്ന കുഞ്ഞിനെ പ്രസവിച്ച് സുഖലോലുപതയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? അധ്വാനത്തെ വെറുക്കും. അവർക്ക് ഏറ്റവും ഇഷ്ടക്കേട് എന്തിനോടാണ്? ജോലി ചെയ്യുന്നതിനോട്. അധ്വാനത്തെ വെറുക്കുന്നു. മാത്രമല്ല അന്യരുടെ അധ്വാന ഫലം കൊണ്ട് തൃപ്തിപ്പെടുന്നു. മറ്റുള്ളവർ അധ്വാനിക്കണം, നമ്മളതെല്ലാം എൻജോയ് ചെയ്യും. വചനം പറയുന്നതാണ്, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. എന്തെങ്കിലും വിധത്തിൽ അധ്വാനിച്ചോണം. അത് ആത്മീയമായ അധ്വാനമാവാം, ഭൗതികമായ അധ്വാനമാവാം. അധ്വാനിച്ചോണം, വെറുതെ ഇരിക്കരുത്, വെറുതെ കിടന്നുറങ്ങരുത്. അടുത്തത്, അവസാനത്തേത് കോപമൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കോപം എന്താണ്? കോപം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? കോപം പ്രതികാര വാഞ്ചയാണെന്നാണ്. അതായത് പ്രതികാരം ചെയ്യാനുള്ള ഒരുതരം വാസനയാണ് കോപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കേട്ടിട്ടില്ല, അതാദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെ. അതായത് കോപത്തിനകത്ത് പ്രതികാരദാഹം ഉണ്ടെന്ന്, ദേഷ്യപ്പെടുന്നതിനകത്ത്, അല്ലേ? ഒരു 2 വർത്താനം പറഞ്ഞേക്കാം, അല്ലേ? അപ്പോൾ അതിനകത്ത് അവരെ കൊല്ലുന്ന, അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്യുന്നൊരു സാധനം ഉണ്ടെന്നാണ് പറയാം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതും ജനിക്കുന്നത് അഹങ്കാരത്തിൽ നിന്നാണ് പറയുന്നത്. അഹങ്കാരത്തിൽ നിന്നാണ് ഈ കോപം ജനിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പാപവേരുകളുടെ എല്ലാം ഉറവിടം എവിടാ? ഈ പാപത്തിൻ്റെ വേര് നാട്ടിയിരിക്കുന്ന മണ്ണ് ഏതാണ്? ഹൃദയത്തിലാണ് ഇത് മുഴുവൻ, വെളിയിലല്ല. ഇപ്പോൾ സാത്താൻ എന്നെ പ്രലോഭിപ്പിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെ നമ്മളിലാണ്. ഈ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളും, അത് ഈ ദിവസങ്ങളിൽ എനിക്ക് കിട്ടിയ തിരിച്ചറിവാണ്. അതായത് നമുക്ക് ഉണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളും വെളിയിൽ നിന്ന് വരുന്നതല്ല, അകത്തുനിന്ന് വരുന്നതാണ്. അകത്തുനിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ സാത്താൻ ഒരു മേഖലയെ നമ്മെ പ്രലോഭിപ്പിക്കുന്നു. ആ മേഖലയിൽ നമുക്ക് പ്രലോഭനം ഉണ്ടാവുന്നത് ആ പാപവാസന നമ്മളിൽ ഉള്ളത് കൊണ്ടാണ്. ആ പാപവാസന നമ്മളിൽ ഇല്ലെങ്കിൽ ആ മേഖലയിൽ നമുക്ക് പ്രലോഭനം ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വന്നത് വെളിയിൽ സാത്താൻ കൊണ്ടുവന്നു എന്നൊന്നും പറയണ്ട, നമ്മുടെ അകത്താണത്. അപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മുടെ അകത്തെയാണ്, വെളിയിലല്ല. മനസ്സിലാവുന്നുണ്ടതൊക്കെ? പാപവേരുകളുടെ എല്ലാം ഉറവിടം ഹൃദയമാണ്. വായിച്ചേ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചേ. മാർക്ക് 7:20 വായിച്ചേ. അവൻ തുടർന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്നോട് വായിച്ചേ. ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, അതായത് മനുഷ്യൻ്റെ എവിടുന്നാണ്? ഹൃദയത്തിൽ നിന്നാണ് ദുഷ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം,
ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. വെളിയിൽ നിന്ന് സാത്താൻ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് ശാന്തമായിട്ട് ചിന്തിച്ചേ. അപ്പോൾ നമ്മുടെ അകത്ത് കിടക്കുന്ന പാപവാസന, അത് പറയേണ്ട കാര്യമില്ല, ഓരോരുത്തർക്ക് അറിഞ്ഞൂടെ നമ്മുടെ അകത്ത് കിടക്കുന്ന പാപവാസന ഏതൊക്കെയാണെന്ന്? അതെല്ലാം എവിടുന്ന് വന്നതാണ്? അതെല്ലാം വന്ന വഴികൾ ഏതൊക്കെയാണ്? നമ്മുടെ ഉള്ളിൽ നിന്നാണ് അതെല്ലാം വരുന്നത്. പക്ഷേ അത് ആ ഉള്ളിലേക്ക് വന്നത് എവിടെ നിന്നാണ്? ഉള്ളിലേക്ക് വന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ. കണ്ടത്, കേട്ടത്, അറിഞ്ഞത്, പഠിച്ചത്, സ്പർശിച്ചത്, രുചിച്ചത്, മണത്തത്, അങ്ങനെ പഠിച്ചത്, അനുഭവിച്ചത്, ഇതിൽ നിന്നെല്ലാം ഈ കിടക്കുന്നത്. ഒരു വഴി അതാണ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. ഇനി അതുപോലെ തന്നെ നമ്മൾ കടന്നു വന്ന വഴികളിലൂടെ. മറ്റൊന്ന് പാരമ്പര്യത്തിലൂടെ. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയതുണ്ട് അല്ലേ? രണ്ട് കാര്യങ്ങളാണ്. HE എന്തൊക്കെയാണ്? H എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്റി, പാരമ്പര്യം. E എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ്, ചുറ്റുപാടുകൾ. ഇവിടുന്ന് രണ്ടുമാണ് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത്. ഒന്ന് പാരമ്പര്യത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് കിട്ടി, ആ കുടുംബ വഴിയിൽ നിന്ന് കിട്ടി. രണ്ടാമത്തേത് ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് കിട്ടി. അപ്പോൾ എവിടുന്ന് കിട്ടിയാലും ഇതെല്ലാം ഇപ്പോൾ എവിടെയാണ് താവളം ഉറപ്പിച്ചിരിക്കുന്നത്? ഹൃദയത്തിലാണ്. ഇനി നമ്മൾ അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. എന്താണ് ഇതിന് പരിഹാരം? എങ്ങനെയാണ് ഇതിനെ പിഴുത് കളയാൻ പറ്റുന്നത്? അതിനാണ് നമ്മൾ പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. അതിലേക്ക് കയറുന്നതിന് മുമ്പ് വചനത്തിൽ വ്യക്തമായ 2 വഴികൾ പറഞ്ഞിട്ടുണ്ട്. അമ്മ സഹായിക്കുന്ന 2 വഴികളിലൂടെയാണ് പ്രധാനമായിട്ടും. ഒന്ന്, യേശുവിൻ്റെ രക്തമാണ് മരുന്ന്. ഞാൻ ജോസ് ഉപ്പണ്ണിയച്ചൻ്റെ കൃപയ്ക്ക് മേൽ കൃപ എന്ന് പറയുന്ന പുസ്തകം ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ വചനം ശുശ്രൂഷ നടത്താനും വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അച്ഛൻ എഴുതിയ പുസ്തകമാണ്. നിങ്ങൾക്കറിയായിരിക്കും, അത് പലരും വായിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് അച്ഛൻ ഉപയോഗിക്കുന്നൊരു വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. അച്ഛൻ പറയുന്നത് ഇതാണ്. എന്താണെന്ന് പറയുന്നറിയോ? പാപവേരുകളെ നശിപ്പിച്ച് കളയുന്ന ആസിഡാണ് യേശുവിൻ്റെ രക്തം. അതായത് നമ്മൾ ഈ മരം ഉണക്കാൻ വേണ്ടി ആസിഡ് കുത്തി വെക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ആസിഡ് കുത്തി വെച്ചാൽ അത് പോയി. അപ്പോൾ ഈ കുത്തി വെക്കേണ്ട ആസിഡ്, അത് ചിലപ്പോൾ ഒരു ആസിഡ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നല്ല വാക്കല്ലെന്ന് തോന്നിയാലും അതെനിക്ക് അത് നല്ല മനസ്സിലാവാൻ സഹായിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഉപ്പാണിയച്ഛൻ ഉപയോഗിക്കുന്ന വാക്കെന്താണ്? ആസിഡ്. എന്തിനുള്ള ആസിഡാണ്? പാപവേരുകളെ കത്തിച്ച് കളയുന്ന ആസിഡാണ് യേശുവിൻ്റെ രക്തം. പറഞ്ഞേ ഹല്ലേലൂയാ, അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. പാപവേരുകളെ നശിപ്പിക്കുന്ന ആസിഡാണ് യേശുവിൻ്റെ രക്തം. 1 യോഹന്നാൻ 1:7 അറിയാവുന്ന വചനമാണ്. യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കും. ആ വചനം നേരിട്ട് പറഞ്ഞ്, യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള പറഞ്ഞ്, യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു എന്നുള്ള പറഞ്ഞ്, യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിവസങ്ങളിൽ നമുക്കൊരു അധ്വാനമുണ്ട്. എന്താണ്? നമ്മുടെ പാപമേഖലകൾ കണ്ടെത്തി കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ, ഏത് മേഖലയാണോ നമ്മളെ വിഷമിപ്പിക്കുന്നത് അത് യേശുവിൻ്റെ രക്തം, കർത്താവേ നിൻ്റെ രക്തത്താൽ ആ വേരിനെ കത്തിച്ച് കളയണേ, ഇത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രൊക്ലെയിം ചെയ്യണം, പ്രഖ്യാപിക്കണം, പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ആസിഡ് അത് കത്തിച്ച് കളയും. ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിലും നമ്മെ ശുദ്ധീകരിക്കും. രണ്ടാമത്തെ എന്തെന്നറിയാമോ? നമ്മുടെ ഹൃദയത്തിലാണല്ലോ ഇത് കിടക്കുന്നത്. അതിന് വേറൊരു മരുന്നൂടെ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കണം. ആ മരുന്നാണ് വചനം കുത്തി വെക്കണം. വചനം. റോമാലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ റോമൻസ് 12:2. റോമാലേഖനം 12:2. പെട്ടെന്ന് വായിക്കേ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. അതായത് ശ്രദ്ധിച്ചേ, മനസ്സിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ നവീകരണം. ഹൃദയത്തെ നവീകരിക്കണം. അതെങ്ങനാ? അത് വചനം കൊടുത്തേ പറ്റൂ. നിങ്ങൾ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. ഒരു വചനം വായിച്ചേ, യോഹന്നാൻ 15:3.
അറിയാവുന്നല്ലേ, വായിക്കണ്ട. യോഹന്നാൻ 15:3 എന്താ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? വചനം പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ 15:3 പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത ഈ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. അപ്പോൾ ഈ വചനം നമ്മളെ എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത ഈ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. വചനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമുണ്ട്, വായിച്ചത് യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അതൊന്ന് വായിച്ചേ. ജെയിംസ് ചാപ്റ്റർ 1:21. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാമോ? ജെയിംസ് 1:21. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21 വായിച്ചേ. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവം സ്വീകരിക്കുവിൻ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട വാക്യം എന്താണ്? എല്ലാ അശുദ്ധിയും തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ. അതായത് വചനം വേര് പാകണം, വചനം പാകണം, വചനം വിതയ്ക്കണം, വചനം നട്ട് വളർത്തണം. ഈ പാപത്തിൻ്റെ വേര് പറിക്കാൻ വചനമിട്ട് വേര് പിടിപ്പിച്ച് വളർത്തണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്ന നമ്മുടെ കാര്യത്തിലേക്ക് കടന്നു വരാം. എന്താണ് അദ്ദേഹം പറയുന്നത്? നമ്മളെന്തിനാണ് ഇതൊക്കെ പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത്? അമ്മയാണ് ഇതിനൊക്കെ നമ്മളെ സഹായിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഈ 4-ാമത്തെ ദിവസം എന്താണ് അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കുന്നത്? പാപവേരുകളെ പിഴുതു കളയാൻ അമ്മ സഹായിക്കണം. അത് മനസ്സിൽ നിന്ന് ആ ലക്ഷ്യം മാറിപ്പോവരുത്. അപ്പോൾ പാപവേരുകളെ എന്താണ് ഈ വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്നത് അറിയാമോ? 34, 35 ഖണ്ഡികകളിലെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഈ യഥാർത്ഥ മരിയ ഭക്തിയിൽ നിന്ന്. പരിശുദ്ധാത്മാവ് തനിക്കായി തിരഞ്ഞെടുത്തവരെ അവളിലും അവൾ വഴിയും രൂപീകരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവളോട് പറയുന്നു, സ്നേഹഭാജനമേ, എൻ്റെ മണവാട്ടി, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിൻ്റെ പുണ്യങ്ങളുടെ വേരുകൾ നീ ഉറപ്പിക്കുക. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ശ്രദ്ധയോടെ കേട്ടെ, അതുവഴി കണ്ടോ, എൻ്റെ മണവാട്ടി, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിൻ്റെ പുണ്യങ്ങളുടെ വേരുകൾ നീ ഉറപ്പിക്കുക. എന്താ ഇവിടെ പറയുന്നത്? പുണ്യത്തിൻ്റെ വേര് ഉറപ്പിക്കണം, പാപത്തിൻ്റെ വേര് പിഴുത് കളയണം. പുണ്യത്തിൻ്റെ പേര് ആര്? അമ്മ ഉറപ്പിക്കുമെന്നാണ് ഇവിടെ വിശുദ്ധ ലൂയി മോൺഫോർട്ട് പറയുന്നത്. എന്നിട്ട് പറയണം, അവർ അതുവഴി പുണ്യങ്ങളിലും കൃപാവരത്തിലും അഭിവൃദ്ധി പ്രാപിക്കട്ടെ. അടുത്ത വാക്യം 35-ാമത്തെ ഖണ്ഡിക ഒന്ന് ശ്രദ്ധിച്ചോണേ. മറിയം ഒരാത്മാവിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ. എപ്പോഴാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്? ഈ പ്രതിഷ്ഠ ചെയ്ത് കഴിയുമ്പോൾ അമ്മ നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തനം ആരംഭിക്കും. അങ്ങനെ പ്രവർത്തനം ആരംഭിക്കും. മറിയം ഒരു ഹൃദയത്തിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവൾക്ക് മാത്രം സാധിക്കുന്ന കൃപാവരത്തിൻ്റെ വിസ്മയകരമായ അത്ഭുതങ്ങൾ ആ ഹൃദയത്തിൽ സംഭവിച്ചു തുടങ്ങും. മനസ്സിലായി എന്താ പറഞ്ഞത്? അതായത് മറിയം ഒരു ഹൃദയത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അവൾക്ക് മാത്രം പറ്റുന്ന വിധത്തിൽ, അവൾക്ക് മാത്രം കഴിയുന്ന വിധത്തിലുള്ള വിസ്മയകരമായ അത്ഭുതങ്ങൾ ആ ഹൃദയത്തിൽ സംഭവിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസം, ഈ 4-ാമത്തെ ദിവസം നമുക്ക് അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കണം, തിരി പ്രാർത്ഥിക്കണം, പരിത്യാഗ പ്രവൃത്തികളിൽ ഏർപ്പെടണം, സൽകൃത്യങ്ങൾ ചെയ്യണം, കർത്താവിൻ്റെ വചനം വായിക്കണം, തിരി പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലണം. ഞാൻ വീണ്ടും വീണ്ടും എല്ലാം പറയുന്നില്ല. നമുക്കറിയാം ഈ 4-ാമത്തെ ദിവസം നമുക്ക് അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഉണ്ടാവും, മധ്യസ്ഥം ഉണ്ടാവും. നമ്മൾ ഈ ആരാധനയിൽ ശരിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നന്നായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വലിയൊരു കൃപാവരം നിറയാനായിട്ട് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണനാ മാറത്തു പൊൻ കച്ചയണിഞ്ഞും
ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാം മാറത്തു പൊൻ കച്ചയണിഞ്ഞും കാണും യേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ ആരാധന ആരാധന ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണ്ണനാം മാറത്തു പൊൻ കച്ചയണിഞ്ഞും കാണും യേശുവേ ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ വലിയ പ്രകാശമായി ഉദിച്ചുയർന്നു നിൽക്കുന്ന നീതിസൂര്യനായ ദിവ്യകാരുണ്യമായ ഈശോയെ, അങ്ങയുടെ സ്നേഹഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. അങ്ങയുടെ പ്രിയ ശിഷ്യനായിരുന്ന യോഹന്നാനെ പോലെ അങ്ങയുടെ മാർവിടത്തിലേക്ക് ഞങ്ങളെ തന്നെ ചേർത്തണയ്ക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർത്ത് വിമല ഹൃദയ ജീവിതങ്ങളാക്കി സമർപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്ന ഈ വലിയ പ്രാർത്ഥനാ യജ്ഞത്തെ അങ്ങ് കരുണയോടുകൂടെ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ അവസ്ഥകളെയും പൂർണ്ണമായി മാറ്റിക്കളയണമേ എന്നാഗ്രഹിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് വളരെ ഗുരുതരമായ പ്രതിബന്ധം സൃഷ്ടിക്കുന്നത് ഞങ്ങളുടെ ജഡത്തിൻ്റെ ദുരാശകളാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ശാരീരിക അവയവങ്ങളുടെ ദുരാശകൾ, ഞങ്ങളുടെ ആന്തരിക ഇന്ദ്രിയങ്ങളുടെ ദുരാശകൾ, അവയൊക്കെ ഞങ്ങളുടെ വിശുദ്ധമായ ആഗ്രഹങ്ങളെ
മുറിപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈശോയെ, ഞങ്ങളുടെ ജഡത്തിൻ്റെ മോഹങ്ങളെ അടിപ്പെടുത്തുവാനായിട്ട് ആവശ്യമായിരിക്കുന്ന വലിയ കൃപ നൽകി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജഡമോഹങ്ങളെ മറികടക്കണമെങ്കിൽ വിശുദ്ധമായ ജീവിതം ആവശ്യമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ ജഡമാണല്ലോ പലപ്പോഴും ഞങ്ങളെ അശുദ്ധിയിലേക്ക് വഴി നടത്തുന്നത്. ശരീരത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും ആ പ്രലോഭനങ്ങൾക്ക് കാരണമായി തീരുന്ന പൈശാചികമായ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാൻ ആവശ്യമായ വിശുദ്ധിയുടെ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ ശരീരത്തെ വിശുദ്ധമായി കാത്തു പരിപാലിച്ചതുപോലെ പരിശുദ്ധ അമ്മ ജഡമോഹങ്ങളെയൊക്കെ അതിജീവിച്ചതുപോലെ പരിശുദ്ധ അമ്മ ജഡത്തെക്കാൾ ശരീരത്തെക്കാൾ ഉപരിയായി ആത്മാവിന് വില കൊടുത്തതുപോലെ ഈശോയെ, ശരീരത്തെക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ആത്മാവിൻ്റെ വില തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ, ശരീരത്തെ കൊല്ലുന്നതോർത്ത്, ശരീരം നശിക്കുന്നതോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. പിന്നെയോ ആത്മാവിനെ ഓർത്ത്, ആത്മാവിൻ്റെ നാശത്തെ ഓർത്താണ് നിങ്ങൾ ഭയപ്പെടേണ്ടതെന്ന്. ഈശോയെ, ഞങ്ങളുടെ ശരീരത്തെക്കാൾ ഉപരിയായിട്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമായ ഞങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കുവാനും വിശുദ്ധിയോടുകൂടെ കാത്തു സൂക്ഷിക്കുവാനും ഞങ്ങൾക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും ദൈവികമായി കൈകാര്യം ചെയ്യുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ എപ്പോഴും വിശുദ്ധീകരിച്ച് സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് എല്ലാ ജഡമോഹങ്ങളെയും മറികടക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടെയുണ്ടെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദാനം പോലെ ജഡമോഹങ്ങളെ മറികടക്കുവാനും വിശുദ്ധമായ ഒരു ജീവിതം സ്വന്തമാക്കി തീർക്കുവാനും നമുക്ക് സാധിക്കും. ശ്ലീഹന്മാരെ പോലെ, എല്ലാ വിശുദ്ധരെയും പോലെ ജഡത്തിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും അവരൊക്കെയും അതിജീവിച്ചതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ജഡമോഹങ്ങളെ, ജഡത്തിൻ്റെ ദുരാശകളെ അതിജീവിച്ച് പ്രത്യാശയുള്ള ഒരു ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് പ്രാർത്ഥിച്ച് ഈ സമയത്ത് പാടി സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനമെന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനമെന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൃപയായി നീ എന്നിൽ നിറയണമേ.
സ്നേഹം വറ്റിവരണ്ടഹത്തിൽ ജീവജലമായി നിറയണമേ. സ്നേഹം വറ്റിവരണ്ടഹത്തിൽ ജീവജലമായി നിറയണമേ. ആത്മാവിനാലെ ഉറകൂട്ടണേ, ആത്മാവിൻ ജ്വാലയായി നിറയണമേ. ആത്മാവിനാലെ ഉറകൂട്ടണേ, ആത്മാവിൻ ജ്വാലയായി നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കൃപയായി നീ എന്നിൽ നിറയണമേ. കൃപയായി നീ എന്നിൽ നിറയണമേ. കൃപയായി നീ എന്നിൽ നിറയണമേ. കൃപയായി നിറയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ദാനങ്ങൾ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ടുള്ള ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വിശ്വാസികളുടെ ഹൃദയങ്ങളെ അങ്ങ് നിറയ്ക്കണമേ. അങ്ങയുടെ സ്നേഹാഗ്നിയാൽ അവരെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഞങ്ങളിൽ വന്ന് വസിക്കണമേ. സർവേശ്വര അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും. ഭൂമുഖം പുതുതാവുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ വെളിവാൽ വിശ്വാസികളുടെ ഹൃദയങ്ങളെ പഠിപ്പിച്ചവനായ സർവേശ്വര പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നല്ലത് ഗ്രഹിക്കുവാനും അവിടുത്തെ ആശ്വാസത്തിൽ നിത്യം ആനന്ദിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം നമുക്ക് ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ സമയത്ത്, പ്രത്യേകിച്ച് ജഡത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ദുരാശകളിൽ നിന്നും വിമുക്തി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ സമയത്ത്, പരിശുദ്ധ അമ്മയെപ്പോലെ ആകുവാൻ ആഗ്രഹിക്കുന്ന ഈ സമയത്ത്, പരിശുദ്ധ അമ്മയെ രൂപപ്പെടുത്തിയ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സ്നേഹവും അഭിഷേകവും ആഗ്രഹിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം അപേക്ഷിച്ച് നമുക്കിപ്പോൾ പാടി പരിശുദ്ധ അമ്മയെ സ്തുതിക്കാം. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ
കനിവോലുമമ്മേ കന്യാംബേ അലിവോടെ പ്രാർത്ഥന കേൾക്കൂ. കനിവോലുമമ്മേ കന്യാംബേ അലിവോടെ പ്രാർത്ഥന കേൾക്കൂ. വരമാരി ചൊരിയുക മറിയമനാശ്രയമേ അമ്മേ. നിറമിഴികളുമായി തിരുസവിധേ ഞാൻ തിരുദർശന വരമരുളൂ. ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. അലയുന്നൻ ജീവിത തോണി അമ്മേ അലയാഴിപ്പോ മനമുലയുന്നു. അലയുന്നൻ ജീവിത തോണി അമ്മേ അലയാഴിപ്പോ മനമുലയുന്നു. അകതാരിലാത്മീയ സൗഖ്യമേകു അണയാതി കൈത്തിരി കാക്കൂ. അകതാരിലാത്മീയ സൗഖ്യമേകു അണയാതി കൈത്തിരി കാക്കൂ. ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ പ്രതിഷ്ഠിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എന്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവൃത്തികളെയും എല്ലാ ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എന്റെ ആത്മാവിനെയും എന്റെ ശരീരത്തെയും എന്റെ ബുദ്ധിയെയും എന്റെ മനസ്സിനെയും എന്റെ ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കുന്ന എല്ലാ പരിശുദ്ധ ബലികളോടും ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായിട്ട് അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ച
വിനിയോഗിച്ചു കൊള്ളണമേ. അവ വിനിയോഗിച്ചു കൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ തിരുരക്തമേ, ഈശോയുടെ തിരുരക്തമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. ആമേൻ. പരിശുദ്ധ മറിയം ആലപിച്ച സ്തോത്രഗീതം നമുക്കെപ്പോഴും മാതൃകയായി നിൽക്കുന്ന പ്രാർത്ഥനാഗീതമാണ്. ദൈവത്തിന് നന്ദി പറയുന്ന, അവിടുത്തെ സ്തുതിക്കുന്ന ഏറ്റവും മനോഹരമായ ആ പ്രാർത്ഥനാഗീതം നമുക്കിപ്പോൾ ധ്യാനപൂർവം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രയേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ആമേൻ. കർത്താവിൻ്റെ സ്നേഹ ആശീർവാദം, കരുണയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഏറ്റവും ഭക്തിയോടെ, വിനയത്തോടെ ജീവിതത്തിൻ്റെ എല്ലാ ജഡിക പ്രവണതകളെയും ദൂരീകരിക്കണമെന്നുള്ള വലിയ മോഹത്തോടുകൂടി ഈ ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ബോധമണ്ഡലത്തിൽ കടലിന് മീതെ നടക്കുന്നത്, തിരമാലകളെ ചവിട്ടി മെതിക്കുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ അത് യേശുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്താൻ കർത്താവ് ഉപയോഗിച്ച ഒരു സംഭവമാണ് കടലിന് മീതെ നടന്നത്. ഇനി രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി. അടുത്ത വാക്യം, അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അതാണ് അടുത്ത വെളിപ്പെടുത്തൽ. കടന്നു പോകാൻ ഭാവിച്ചു. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? കടന്നു പോകാൻ ഭാവിച്ചു, കടന്നുപോയി. പുറപ്പാട് 34:5-6 വാക്യങ്ങൾ. കർത്താവ് മേഘത്തിലിറങ്ങി വന്ന് അവൻ്റെ അടുത്ത് നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. മനസ്സിലായോ? അപ്പൊ കർത്താവ് ലോർഡ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിച്ചു. ഓക്കെ, അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുമ്പിലൂടെ കടന്നുപോയി. താൻ ദൈവമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുപോയി.